വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുനിന്ന് കട്ടൻ കാപ്പി കുടിക്കണ ഒരാള്. ആന പൊളിച്ചിട്ട് ഇന്ന് മാസ്കൂര വെള്ളച്ചാട്ടം കാണാൻ. ഒരു മനുഷ്യനില്ലാത്ത അതിരിപ്പിള്ളി. ടൂറിസ്റ്റുകാരില്ലാത്ത കാരണം ടൂറിസം പോലീസ് അടഞ്ഞു കിടക്കണ്, കടകൾ അടഞ്ഞു കിടക്കണ്. ഇത് ആൾക്കാർക്ക് പോകാനുള്ള മെയിൻ വഴി, ടൂറിസ്റ്റുകൾ വരുന്നുള്ള എൻട്രൻസ്. മദ്യം കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും പുകവലിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക് ബാഗുകൾ, പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നത് നിരോധിച്ചിരിക്കുന്നു. പുഴ മലിനമാക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. പിന്നെ അതിരിപ്പിള്ളിയിൽ നിന്ന് പോകാനുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ളവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ അങ്ങനെ പ്രായമുള്ള ആൾക്കാരൊക്കെ കൊണ്ട് വീൽ ചെയറിലൊക്കെ വരണവർക്ക് ഉപയോഗിക്കാം. വെള്ളടിക്കുന്ന അതൊന്നുമില്ല. വെള്ളടിന്ന് ഉദ്ദേശിച്ച് ജലനിധിയുടെ ആളുണ്ടോ? പിന്നെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വല്ല ആനയും കടന്നു വന്നാലേ ഉള്ളൂ. അറ്റായി പോണ ഒപ്പാണെങ്കിൽ ആരോട് പോന്ന് മാസ്ക് എടുക്കാൻ ചിന്നിന്റെ തലമ കയറ്റിട്ട അച്ഛനും മോള് കൂടി അട്ടന വീഡിയോ വെച്ചിരുന്ന കൈവേറെ എടുത്തിട്ടാ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നവരുണ്ട്. ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ വെറുതെ വേസ്റ്റ് ആക്കിയിട്ടിട്ട് പോണവരുണ്ട്. ആ കുറെ ആൾക്കാർ ടൂറിൽ വരുന്നവർ തന്നെ നശിപ്പിച്ചിട്ട് പോണവരുണ്ട്. നല്ല നല്ല സ്ഥലങ്ങൾ. ഇത് ഇവിടെ മാത്രമൊന്നല്ല, മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയാലും ആൾക്കാർ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അതൊക്കെ. നമ്മളത് പറയുമ്പോ പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇവിടത്തെ വനസംരക്ഷണത്തിലെ ആൾക്കാരും കാടുകളൊക്കെ ഉള്ള കാരണം പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ ഉള്ളി കയറ്റാറില്ല. ആൾക്കാരെ കൊണ്ടുവരാത്തോണ്ടല്ല, ഉള്ളി കയറ്റാത്തോണ്ടാണ്. അവിടെ അമ്മാമ്മയും മോളും കൂടിയിട്ട് കൊരങ്ങനെ ഒഴിപ്പിക്കാൻ പേരൊക്കെ പഠിക്കാൻ പോയതാണ്. പക്ഷെ അവർക്ക് മുന്നേ അവിടെ കൊരങ്ങ് കയറി സ്ഥാനം പിടിച്ചു. കുഞ്ഞിപ്പണീനെ ഒരു പേരക്ക് കൊടുത്തു കൊടുക്കാൻ വിചാരിച്ചതാ. ഇപ്പൊ പേരമരൊക്കെ ഉണ്ടെങ്കിലും ആശാമാര് നല്ല പെടയാണ്. മങ്കീസ് അല്ല, അവർക്ക് ഇവിടെ തിന്നാണ്ട് ഇപ്പൊ വേറെ ഒന്നും കിട്ടില്ല. കാരണം ടൂറിസ്റ്റുകാരെന്ന് പറഞ്ഞില്ലല്ലോ. ആ സംഭവം അവര് നല്ല കാട്ടിൽ വന്നിട്ട് നമ്മള് വന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ എക്കോ ടൂറിസ്റ്റിന്റെ ഷോപ്പുകളാട്ടാ. ഇത് അത് അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോവാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വൈദ്യുതി വേലി. ആന കയറി വരാണ്ടിരിക്കാനല്ലേ അവിടെ നിന്ന് ആന കയറി വരും. ആനകള് പുഴക്കക്കരന്ന് കയറി വരാറുണ്ട്. ഈ അടുത്തൊക്കെ കൂടുതലായിരുന്നു. അപ്പൊ അതിന് ശേഷം വന്നതാണ് ഈ വൈദ്യുതി വേലി. അപ്പൊ ഇപ്പൊ ഇത് കറണ്ട് ഇല്ല. ആളോട് ചോദിച്ചപ്പോ 6 മണിക്ക്, കാലത്ത് 6 മണി അങ്ങാണ്ട് വരെ ഉള്ളൂ. അതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് വൈകിട്ട് 6 മണിയാകുമ്പോ ഓണാക്കാണ് പതിവ്. ഇല്ല, നീ തൊട്ടില്ലേ? കരച്ചില്ലല്ലോ, ഒന്നും പറ്റില്ലല്ലോ. ചിലപ്പോ ഞാനായതുകൊണ്ടെങ്കിൽ കറണ്ട് അടിക്കാണ്ടിരുന്നാണെങ്കിലോ. ആ പിന്നെ നീ മറ്റേ
അവഞ്ചേഴ്സിലോ പവർ റേഞ്ചേഴ്സിലോ ആളായിരിക്കുമല്ലോ. Yes. ഇപ്പൊ അതുകൊണ്ടായി അവർക്ക് അല്ല ആനുണ്ടോ? ആനയാ ആന ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ആനനെ കാണാൻ. ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതം പടയം വെച്ചിട്ടുണ്ട് എന്നാണ്. ഞങ്ങൾ വെള്ളം കത്താട്ടം സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഞാനാദ്യം കല്യാണം കഴിഞ്ഞ് വരുന്ന വീട്ടിൽ വരുമ്പോ ഭയങ്കര ഉറക്ക സംസാരിക്കും അല്ലേ ചേട്ടാ പറയാറില്ലേ ഇതെന്തിനും വീട്ടിൽ ഭയങ്കര ഉറക്ക സംസാരിക്കും. കാരണം ഇതിന്റെ സൗണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് കേൾക്കാം. അപ്പൊ ഇവർക്ക് ഞാൻ പറയുന്നത് ഇവർക്ക് കേൾക്കള്ളാന്നുള്ളൊരു രീതിയിലേ ഞാൻ ഉറക്കം. വെള്ളച്ചാട്ടത്തിന്റെ ഈ സൗണ്ട് തന്നെ മുഴക്കം എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ല, ഞങ്ങൾ സംസാരിക്കുന്നേക്കാൾ കൂടുതൽ ഉറക്ക സംസാരിക്കും. ആളുടെ ചേട്ടൻ ഞങ്ങൾക്ക് കേൾക്കണില്ല ഈ സൗണ്ട് കാരണം വിചാരിച്ചിട്ടേ ആള് അതെ ചേട്ടോ അയ്യോ അങ്ങനെയൊക്കെ ആള് സംസാരിക്കാം. അവിടെ രണ്ടാൾക്കാർ ഇരിക്കുന്നുട്ടാ, അമ്മയും കുഞ്ഞിപ്പെണ്ണും അതിന്റെ ഉള്ളിൽ പോയിരിക്കുക. അവിടെ മറ്റാത്ര വെയിലത്ത് അക്ഷരിക്കാൻ നല്ല സുഖം. നല്ല കാറ്റാണ് ഇവിടെ, നല്ല സുഖം, ആരും ശല്യമില്ല. കഴിഞ്ഞ ലോക്ക്ഡൌൺ ഇവിടെ ആകുന്നില്ലേ? കഴിഞ്ഞ ലോക്ക്ഡൌണിന് 2-3 പ്രളയത്തിന് പോയ സാധനം അത് കഴിഞ്ഞ രാഷ്ട്ര പ്രളയത്തിന് അതിന്റെ ഫുട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വീഡിയോയുടെ കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. വരെ വെള്ളമായിരുന്നല്ലേ? ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. ആ ചെടിയൊക്കെ നിൽക്കണോ അവിടെ വരാന്ന് തോന്നുന്നത് അതിന്റെ മുകളിലും ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ ഇത്ര പാറ കാണാറില്ല, അവിടെയൊക്കെ മരങ്ങളാണ് കൂടുതൽ കാണാറ്. ഫ്രണ്ടിലത്തെ കുറച്ച് പാറകൾ മാത്രം കാണാറുണ്ടായുള്ളൂ. സുഖാന്നറിയോ, നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. ഹായ്, ഒരു പരിപാടി ചെരുപ്പടാ. അതിന്റെ ഉൾഭാഗം നല്ല പെങ്കിയിലൊക്കെ പണിതുണ്ട് കേട്ടാ. ഇവിടെ ഇങ്ങനെ കേട്ടും നാട്ടില്ല എന്റെ സുഖാന്ന് പറയാ. ചുറ്റും ഒരു ശല്യമില്ല, പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരാ, പാട്ട് കേട്ട് കിടക്കാ. നാടൻ അമ്പാടിയോ അങ്ങാണ്ടാ തോന്നെ ഓടി വരും. ബേക്കിക്കൂടെ ഒരു പാറ ഉരുണ്ടിട്ട് വരും. അപ്പൊ ആള് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വന്നിട്ട് ചാടണത് ഈ ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് ചാടി കഴിയുമ്പോ അതിന് ബേക്കിക്കൂടെ നിറച്ച് വെള്ളമായിരിക്കും വരണ്ടാവുക. അപ്പൊ ചാടി കഴിയുമ്പോ അത് വെള്ളച്ചാട്ടായി മാറുന്നോ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട്. അതിന്റെ ചെറിയൊരു ഷോർട്ട് ക്ലിപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഒരു രസമാണ് സംഭവം. സമയത്ത് ആകാശം അങ്ങട് കൊല്ല മഴ വരാൻ പോണേ, നല്ല കാറ്റും മഴ. ഞങ്ങളിവിടെ ആണെങ്കിലോ അലക്കിയതൊക്കെ ഉണക്കാന് താക്കാർന്നു. അമ്മ പോയി അവിടെ കാറ്റും കൊണ്ടിരിക്കുക വീട്ടിന്റെ അവിടെ. ഇനി താഴേക്ക് അച്ഛനടുത്തേക്കൊക്കെ പോയി വീടിയെടുക്കാന്ന് വിചാരിച്ച. ഇനി ചിലപ്പോ ഇന്ന് പറ്റിയിട്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് നാളെ ബാക്കി വീടി ഇടണ്ടായിരിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ ആയിട്ടേ. ഇവിടെ ഒരാള് വന്നിരുന്നിട്ടേ എന്ത് പരിപാടി. അമ്മയുടെ കയ്യിൽ കട്ടൻ കാപ്പി, കുഞ്ഞിന്റെ കയ്യിൽ ബിസ്ക്കറ്റ്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുനിന്ന് കട്ടൻ കാപ്പി കുടിക്കണ ഒരാള്. കട്ടൻ ചായ കുടിച്ച് ഒരാള് ശല്യത്തിനില്ലാണ്ട്. കാണുന്ന ബിൽഡിങ്ങിന്റെ അവിടെ ആട്ടോ നമ്മുടെ വീട്. കട്ടൻ ചായലാട്ടോ, കട്ടൻ കാപ്പിയാണത്. ഇവിടെ നിന്ന് ഈ കാറ്റൊക്കെ കൊണ്ടത് കുടിക്കാൻ വേണ്ടില്ല. രക്ഷയില്ലാട്ടോ ഇവിടെ. അതിന് ലോക്ക്ഡൌണ് പോലെ എനിക്ക് തോന്നാളേ. പക്ഷെ ഞാൻ വന്നിട്ടുണ്ട്, അലക്കാൻ വന്നിട്ടുണ്ട് വെള്ളമില്ലാണ്ടായിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താണ് ടോവിനോട്
ആ ഫോട്ടോ ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. എന്തെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കേട്ടോ അവിടെ ഒരു തലോണം കിട്ടിയത് ഇവിടെ കണ്ടാണ് ഉറങ്ങും. അവിടെ വന്നോണ്ടിരിക്കുന്ന കാണാൻ പറ്റും. തിരിച്ച് തേടി അമ്മയും മഴ എത്ര പേര് കാണാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതാ ഷെയ്ഡ് പോലെ പരന്ന മഴ ഇവിടെ എത്തിക്കൊണ്ടെത്തി. ഇവിടെ എത്തി പോരെ മഴ. ഞങ്ങളെ പിന്തുടർന്ന് ഞങ്ങൾ കുളിച്ചു. ഒരു കണക്കിന് ഓടി കയറിയതാ. ഇതിനെ അതിനുള്ളിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ മഴ നനഞ്ഞു, ഉണങ്ങിയ ഡ്രസ്സും നനഞ്ഞു. അപ്പൊ ഇനി വെള്ളച്ചാട്ടത്തിന്റെ താഴെയുള്ള ഭാഗങ്ങള് പിടിക്കാൻ പറ്റില്ല. നല്ല മഴയാണ്. താഴേക്ക് പോലും ഒരു രക്ഷയില്ല. ആന പൊളിച്ചിട്ടുണ്ടോ ഈ സാധനമൊക്കെ. ചെടി കൂടെ ആന കയറി വന്നിട്ടേ തവിട് കൂടിയാക്കി. അതാണ് ഇപ്പൊ അതിന്റെ തട്ട് താഴെ ഫെൻസിങ് ഒക്കെ ഇട്ടാണ്. വൈദ്യുത വലിയ കിട്ടുകയാണ്. ഞങ്ങളെ കാണാൻ വേണ്ടി പിന്നെ ഹായ് പിന്നെ ഒരു ഭംഗിയില്ലടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ തിരിച്ചേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴുള്ളൊരു രംഗാണ് ഈ കാണണേ. കൊരങ്ങ് വന്ന ആകെ തവിട് പൊടിയാക്കി ഇട്ടേക്കാർന്നു. ആകെ നശിപ്പിച്ച് കൊച്ചിന്റെ പാവയൊക്കെ പുറത്ത് വെച്ചിട്ട് പോയാർന്നു. അതെല്ലാം തവിട് പൊടിയാക്കി ഇവിടെ നശിപ്പിച്ച് പിച്ച് കയറിയിട്ടേക്കാർന്നു. ഡ്രസ്സുകളെല്ലാം വലിച്ചു വരി കാട്ടിയാൾ. ഞങ്ങളേ ആ കൊരങ്ങിന്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ നേരായി. കൊരങ്ങൊക്കെ നശിപ്പിച്ചിട്ടേക്കാർന്നു ഇവിടെയൊക്കെ. കൊച്ചിന്റെ പാവയൊക്കെ പിച്ച് കയറി തവിട് പൊടിയാക്കി ഇട്ടേക്കാർന്നു. അപ്പൊ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ്. വെള്ളച്ചാട്ടത്തിന്റെ താഴെയുള്ള വീഡിയോ അടുത്ത ദിവസം ഇടാം. അപ്പൊ അതുവരേക്ക് ബൈ.